പി വി അൻവറിന്റെ വാർ തുടരുകയാണ്. സിപിഎമ്മുമായി സഹകരണം അവസാനിപ്പിച്ച പി വി അൻവർ എംഎൽഎയുടെ ആദ്യ വിശദീകരണ യോഗം ഇന്നാണ് നടക്കുന്നത്. നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പൊതുയോഗം. മുഖ്യമന്ത്രിക്കും പോലീസിനും സിപിഎമ്മിനുമെതിരെയുള്ള വിമർശനം അദ്ദേഹം തുടരും. സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസിനെതിരായ തെളിവുകൾ വിശദീകരണ യോഗത്തിൽ പുറത്തുവിടുമെന്ന് അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനിടെ അൻവറിനെ പിന്തുണച്ചും പോലീസിനെ വിമർശിച്ചും നിലമ്പൂരിൽ പോസ്റ്ററുകൾ വന്നു. ജംഷീർ കൊടിഞ്ഞുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, സ്വന്തം തട്ടകത്തിൽ തന്നെയാണ് അൻവർ ആദ്യ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. വലിയ വിശദീകരണ യോഗം, അതിൽ ഇന്നലെ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ അടക്കം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ എന്തൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും അൻവർ പറയുക എന്നുള്ളത് കൂടെ അറിയേണ്ടതുണ്ട്. അപ്പം തന്നെ ഈ പോസ്റ്ററുകളിൽ എന്താണ് പറയുന്നത്? ജിൽസി, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടി അൻവറിന് വ്യാപകമായി അനുകൂലമായ തരത്തിലുള്ള പോസ്റ്ററുകളാണ്, വ്യാപകമായിട്ട് ഫ്ലക്സുകളാണ് വ്യാപകമായിട്ട് ഉയരുന്നത്. വിവിധ ഭാഗങ്ങളിൽ, നിലമ്പൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ വരുന്നത്. പ്രത്യേക ഈ ഡ്രൈവേഴ്സ് യൂണിയൻ, അത്തരത്തിലുള്ള കൂട്ടായ്മകൾ, അതോടൊപ്പം തന്നെ സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഫ്ലക്സ് ബോർഡുകൾ. ഇപ്പോൾ ഇന്നലെ ഒരു പ്രദേശത്ത് സഖാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നിലമ്പൂർ പൂക്കോട്ടുപാടം പന്നിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് പന്നിക്കുളത്തെ സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നത്. ആ ഫ്ലക്സ് ബോർഡിനകത്ത് അച്ചടക്കത്തിൻ്റെ വാൾത്തല ആദ്യം ഉയരേണ്ടത് അൻവറിനെതിരെയല്ല, ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. പോലീസിൻ്റെ RSS വൽക്കരണത്തിൽ സഖാക്കൾ, അതായത് നേതൃത്വം ഉത്തരം പറയണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരുന്നു. പി വി അൻവറിൻ്റെ വീടിന് സമീപം കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല, പി വി അൻവർ വിപ്ലവ സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ, അത്തരത്തിൽ വ്യാപകമായിട്ട് പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, പി വി അൻവറിന് പരസ്യമായി തന്നെ പിന്തുണ നൽകിക്കൊണ്ട് CPM-ലെ ചില ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. CPM-ന്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇ. സുഗുവാണ് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തലപ്പത്തുള്ളവർ മാത്രമല്ല പാർട്ടിയെന്നും ന്യായത്തിനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഗു ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ യോഗം എങ്ങനെ പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ യോഗത്തിലേക്ക് ആളുകൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് വ്യാപകമായ രീതിയിൽ പി വി അൻവറിന് അനുകൂലമായിക്കൊണ്ട് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത് എന്നുള്ളതാണ്. പാർട്ടി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇതുമായി സഹകരിക്കുകയോ ചെയ്യരുത് എന്ന്. പക്ഷേ അതോടൊപ്പം എന്നാൽ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പി വി അൻവർ MLA-യുടെ വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ അല്ലെങ്കിൽ ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ജില്ലാ പോലീസ് മേധാവിയാണ് ഇതുമായിട്ടുള്ള ഉത്തരവ് ഇട്ടിരിക്കുന്നത്. പി വി അൻവർ DGPക്ക് നൽകിയ അപേക്ഷയുടെ പരിഗണിച്ചുകൊണ്ടാണ് പി വി അൻവറിൻ്റെ വീടിന് സമീപം ഒരു പോലീസ് പിക്കസ്റ്റിംഗ് പോസ്റ്റ്, അതായത് ഒരു ഉദ്യോഗസ്ഥനും ഒരു സീനിയർ ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ 3 CPOമാർ ഉൾപ്പെടുന്ന ഒരു സംഘം 24 മണിക്കൂറും വേണം എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു ഉത്തരവ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ജിൽസി. ശരി, ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത്. പി വി അൻവറിന്റെ ആദ്യ വിശദീകരണ യോഗം ഇന്നിപ്പോൾ നിലമ്പൂരിൽ വൈകിട്ട് 6 മണിയോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. അതിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ അദ്ദേഹം പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കാര്യമടക്കമുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ അൻവർ എന്ന് പറയുമെന്നറിയാം. അപ്പോൾ തന്നെ പാർട്ടിയിൽ ഒരു അൻവർ എഫക്റ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ ഉയരുകയാണ്. കാരണം പലയിടത്തും അൻവറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പരസ്യ പോസ്റ്റുകളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ പാർട്ടി എങ്ങനെയായിരിക്കും ഇതിനെ ഡീൽ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ടതാണ്.